നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡു റെഡിയാക്കി എടുക്കാം കേട്ടോ. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു ലഡു തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നെയ്യിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ടും ബ്ലാക്ക് റൈസിൻസും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വീണ്ടും വെള്ളം വാർത്ത് വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഫ്രൈ പാനിനകത്തേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളുടെ ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ റൈസിൻസൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള റൈസിൻസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് തണുക്കരുത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു ചൂടിൽ തന്നെ ഇത് ഇങ്ങനെ ഉണ്ട പിടിച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ ബോളാക്കി എടുക്കുക. കൈവെള്ളയിൽ വെച്ചിട്ട് ഉരുട്ടി നമ്മളുടെ ലഡു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ടിത് തിക്കാക്കി ഡ്രൈ ആക്കി എടുക്കാനും ശ്രമിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് ലഡു കിട്ടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ.